2 പ്രാവശ്യം കളിച്ചിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് ടൂർണമെന്റ് കളിച്ചിരുന്നു. പിന്നെ നിലവിൽ കേരള അഡ്മിനിസ്ട്രേഷൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. എടപ്പാൾ സബ് ജില്ലാ കലോത്സവ വേദിയിൽ വെറും 50 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ ചിക്കൻ ബിരിയാണി കൊടുക്കുന്ന ആൾക്കും ഒരു പ്രത്യേകതയുണ്ടെന്ന്. നമസ്കാരക്ക, എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? സുഖമാണ്, കുഴപ്പമില്ലാണ്ട് പോകണേ. അപ്പൊ എന്താണ് ഇക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ? ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. അതായത് ഇക്ക ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിച്ച ഒരാളാണല്ലേ? കളിച്ചിരുന്നു. അപ്പൊ ഞാൻ 2 വർഷം കളിച്ചിരുന്നു. 2 പ്രാവശ്യം കളിച്ചിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് ടൂർണമെന്റ് കളിച്ചിരുന്നു. പിന്നെ നിലവിൽ കേരള അഡ്മിനിസ്ട്രേഷൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. പേര്? എന്റെ പേര് കരിയും. വീട് എവിടെ? എന്റെ വീട് പാവട്ടപ്പുറത്താണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കളിക്കലുണ്ടോ ക്രിക്കറ്റ് ഒക്കെ? കളിക്കുന്നത്. അതിന് അടുത്ത മാസം തമിഴ്നാട്ടിൽ ഒരു കളിയുണ്ട്. അതുപോലെ പിന്നെ സൗത്ത് സോൺ ടൂർണമെന്റ് ഉണ്ട്. കേരള ടീമിനെ മുൻനിർത്തിക്കൊണ്ട് എത്ര കളി കളിച്ചിട്ടുണ്ട്? അതൊരു 10-15 കളി കളിച്ചിട്ടുണ്ട്. 10-15 കളി കളിച്ചിട്ടുണ്ട്. അതിൽ എത്ര തവണ ടീം ലീഡറായി വന്നിട്ടുണ്ട്? ടീമിൽ 4 പ്രാവശ്യം ഞാൻ ക്യാപ്റ്റനായിട്ടായിരുന്നു. ഇപ്പോഴും ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ടാണ് അല്ലേ? അതെ. അപ്പൊ എങ്ങനെയാണ് ഇക്ക ക്രിക്കറ്റ് മേഖലയിലേക്ക് എത്തിയത്? അത് ഞാൻ ചെറുപ്പകാലത്ത് തന്നെ ഞാൻ ഈ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് വളർന്നു. ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ആളാണ്. ഈ സ്കൂളിൽ നിന്ന് ഞാൻ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന ആളാണ് ഞാൻ. അപ്പൊ ചെറുപ്പം തൊട്ടേ ക്രിക്കറ്റിനോട് ഇഷ്ടമാണ്? അതെ ഇഷ്ടമാണ്. പോകുന്ന കച്ചവടമൊക്കെ? കച്ചവടം അടിപൊളിയാണ്. സാധനം കൊടുത്തതൊക്കെ തീർന്ന് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതെ. അപ്പൊ ഇനി കലോത്സവം കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടാവും. സപ്പോർട്ടായ പ്രത്യേകം ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പൊ സ്കൂളിന്റെ ഒരു വൈബ് നമുക്ക് ഇതിലൂടെ ഉണ്ട്. അങ്ങനെ കുറെ പേരെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ സന്തോഷമായി. അപ്പൊ എന്തായാലും കച്ചവടം പൊടി പിടിക്കട്ടെ. അതുപോലെ തന്നെ ഇനി ഭാവിയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു. ശരി.